മുഴുവനും പ്രൈസ് ഗോഡ്. എൻ്റെ പേര് മഞ്ജു. ദൈവത്തിന്റെ നാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. നമ്മുടെ ജീവിതവും നമ്മുടെ കുഞ്ഞുങ്ങളും നമ്മുടെ ഫാമിലിയും എല്ലാം ദൈവത്തിൽ നിന്നുള്ള വരദാനമാണ് അല്ലെ. എല്ലാം ദൈവത്തിന്റെ ദാനമാണ് അല്ലെ. നമുക്ക് ദൈവത്തിൽ നിന്ന് കിട്ടിയിരിക്കുന്ന ബ്ലെസ്സിങ് ആണ് എല്ലാം എന്ന് പറഞ്ഞാൽ അല്ലെ. അപ്പോൾ നമുക്ക് ദൈവത്തിൽ നിന്ന് കിട്ടിയിരുന്ന ബ്ലെസ്സിങ്ങുകളെ നമ്മൾ സൂക്ഷിക്കുക എന്നുള്ളത് ദൈവം നമ്മളോട് പറഞ്ഞിരിക്കുക നമ്മുടെ കടമയാണിത്. പ്രത്യേകിച്ച് നമ്മുടെ കുടുംബം എന്ന് പറയുമ്പോൾ അല്ലെ. ലോകത്തിൽ നടക്കുന്ന കാര്യങ്ങൾ എത്രയോ കുടുംബങ്ങൾ ഡിവോഴ്സായി പോകുമ്പോൾ അല്ല, എത്രയോ കുഞ്ഞുങ്ങൾ നശിച്ചു പോകുമ്പോൾ നമ്മുടെ കുഞ്ഞുങ്ങളെ അല്ല വഴി നടത്താനുള്ള മാർഗത്തെപ്പറ്റി ദൈവം നമ്മളോട് നേരത്തെ തന്നെ പറഞ്ഞു വെച്ചിരിക്കുന്നു അല്ലെ. നമ്മുടെ ദൈവം, നമ്മുടെ യഹോവ നമ്മൾക്ക് എഴുതി തന്നിരിക്കുന്നു അല്ലെ, ബൈബിളിന്റെ രൂപത്തിൽ അല്ലെ. നിങ്ങൾ ഇന്നതിന്നത് ചെയ്യുവാണെങ്കിൽ നിങ്ങളുടെ കുഞ്ഞുങ്ങൾ നശിച്ചു പോകത്തില്ല എന്ന് ദൈവം പറഞ്ഞിരിക്കുന്നു അല്ലെ. അപ്പൊ അതിനെപ്പറ്റിയാണ് എനിക്കിന്ന് നിങ്ങളോട് സംസാരിക്കാനുള്ളത്. മുമ്പോട്ട് പോകുന്നതിന് മുമ്പായിട്ട് നമുക്കൊന്ന് പ്രാർത്ഥിക്കാം. പ്രാർത്ഥിച്ച ശേഷം നമുക്ക് സംസാരിക്കാം. കർത്താവ് സമയത്ത് നന്ദി പറയുന്നു. കർത്താവെ, താങ്ക് യു ജീസസ് മാസ്റ്റർ. പ്രൈസ് ആൻഡ് വർഷിപ്പ് യു മൈറ്റ്. അങ്ങനെ പോലത്തെ ദൈവമില്ല. ഞങ്ങൾക്കായി ചെയ്തു തന്നിരിക്കുന്ന സകല നന്മയ്ക്കായിട്ട് നന്ദി പറഞ്ഞ് ഞങ്ങളുടെ കുഞ്ഞുങ്ങൾ ദാനങ്ങൾ കർത്താവ്, അങ്ങനെ നിന്നുള്ള ബ്ലെസ്സിങ് കർത്താവ് ലോർഡ് ഫാദർ ഗോഡ്, ഞങ്ങളുടെ കുടുംബം, ഞങ്ങളുടെ ജോലി, ഞങ്ങൾക്കായിട്ടുള്ളതെല്ലാം കർത്താവ്, എല്ലാ നല്ല ഗിഫ്റ്റുകൾ അങ്ങനെ നിന്ന് മാത്രം വരുന്നു കർത്താവ് ലോർഡ് ഫാദർ ഗോഡ്. അത് അങ്ങയ്ക്ക് വേണ്ടി മാസ്റ്റർ ഗോഡ് മാറ്റിവെക്കുന്നതിന് വേണ്ടി കർത്താവെ, അങ്ങയ്ക്ക് വേണ്ടി കർത്താവ് ഒരു കുടുംബത്തെ ഉയർത്തിക്കൊണ്ട് വരുന്നതിനുമായിട്ട് കർത്താവ് ലോർഡ് ഫാദറുടെ കൃപ ഞങ്ങൾക്ക് തന്നെന്ന് അപേക്ഷിക്കുന്ന കർത്താവ്. താങ്ക് യു ജീസസ്. നിങ്ങൾ ഫൂളിഷ് ആയിട്ട് നടക്കാതെ കർത്താവ്, അങ്ങനെ ഒന്ന് വിജ്ഞാനം സ്വീകരിച്ചുകൊണ്ട് കർത്താവ് അതനുസരിച്ച് ജീവിക്കാൻ കൃപ ഞങ്ങൾക്ക് തന്നെന്ന് അപേക്ഷിക്കുന്നു. സംസാരിക്കണം എന്ന് അപേക്ഷിക്കും. ഹൃദയത്തോട് സംസാരിക്കണം ഞങ്ങളുടെ ഹൃദയങ്ങളോട്. താങ്ക് യു ജീസസ്. പ്രൈസ് ആൻഡ് വർഷിപ്പ് ഹോളി സ്പിരിറ്റ് ഗോഡ്. അങ്ങേക്കായിട്ട് നന്ദി. പിതാവ് അങ്ങേക്കായിട്ടും പുത്രനായിട്ടും നന്ദി പറയുന്നു. യേശുവിന്റെ നാമത്തിൽ ആമേൻ. നമുക്കിന്ന് സങ്കീർത്തനത്തിലേക്ക് പോകാം. സങ്കീർത്തനത്തിന്റെ 78ാമത്തെ സങ്കീർത്തനത്തിലേക്ക് പോകും. 1 തൊട്ട് 8 വരെയുള്ള വാക്കുകളൊന്ന് വായിക്കാം. 78ാമത്തെ സങ്കീർത്തനത്തിന്റെ 1 തൊട്ട് 8 വരെയുള്ള വാക്കുകൾ പെട്ടെന്ന് വായിക്കാം. എന്റെ ജനമേ, എന്റെ ഉപദേശം ശ്രദ്ധിപ്പിൻ, എന്റെ വായ്മൊഴികൾക്ക് നിങ്ങളുടെ ചെവി ചായ്പിൻ. ഞാൻ ഉപമ പ്രസ്താവിപ്പാൻ വായ് തുറക്കും, പുരാതന കടങ്കഥകളെ ഞാൻ പറയും. നാം അവയെ കേട്ടറിഞ്ഞിരിക്കുന്നു, നമ്മുടെ പിതാക്കന്മാർ നമ്മളോട് പറഞ്ഞിരിക്കുന്നു. നാം അവരുടെ മക്കളോടും അവയെ മറച്ചു വെക്കാതെ വരുവാനുള്ള തലമുറയോടും യഹോവയുടെ സ്തുതിയും ബലവും അവൻ ചെയ്ത അത്ഭുത പ്രവർത്തികൾ വിവരിച്ചു പറയും. അവൻ യാക്കോബിൽ ഒരു സാക്ഷ്യം സ്ഥാപിച്ചു, ഇസ്രായേലിൽ ഒരു ന്യായപ്രമാണം നിയമിച്ചു. നമ്മുടെ പിതാക്കന്മാരോട് അവയെ തങ്ങളുടെ മക്കളെ അറിയിപ്പാൻ കൽപ്പിച്ചു. വരുവാനുള്ള തലമുറ, ജനിക്കാനിരിക്കുന്ന മക്കൾ തന്നെ അവയെ ഗ്രഹിച്ചു എഴുന്നേറ്റു തങ്ങളുടെ മക്കളോട് അറിയിക്കുകയും അവർ തങ്ങളുടെ ആശ്രയം ദൈവത്തിൽ വെക്കുകയും ദൈവത്തിന്റെ പ്രവർത്തികളെ മറന്നു കളയാതെ അവയെ കൽപ്പനകളെ പ്രമാണിച്ചു നടക്കുകയും തങ്ങളുടെ പിതാക്കന്മാരെ പോലെ ശാഠ്യവും മത്സരവുമുള്ള തലമുറയായി ഹൃദയത്തെ സ്ഥിരമാക്കാതെ ദൈവത്തോട് അവിശ്വസ്തത മനസ്സുള്ള ഒരു തലമുറയായി തീരാതിരിപ്പാനും ചെയ്യേണ്ടത് തന്നെ. അപ്പം ഇവിടെ ദൈവം, ഇത് ആസാഫ് എഴുതിയതാണ്. ആസാഫിൽ വഴി ദൈവം എഴുതിയ ഹോളി സ്പിരിറ്റ് ഗോഡ് നമുക്ക് വേണ്ടി എഴുതി തന്നിരിക്കുന്ന സങ്കീർത്തനമാണ് അല്ലെ. അപ്പോൾ ഇവിടെ ഇങ്ങനെയാണ് ദൈവം പറഞ്ഞിരിക്കുന്നത്. ആദ്യത്തെ വാക്ക് തന്നെ പറയാം, എന്റെ ജനമേ, എന്റെ ഉപദേശം ശ്രദ്ധിപ്പിൻ അല്ലെ. അപ്പൊ ഉപദേശം ശ്രദ്ധിക്കാത്ത മനുഷ്യരാണ് പലരും ഉള്ളത് അല്ലെ. ഇപ്പോ ഒരുപാട് നമുക്ക് സാഹചര്യങ്ങളൊക്കെ വളരെ കൂടുതലാണ് അല്ലെ. ഇന്റർനെറ്റ് ഉണ്ട്, ബൈബിള് ഒരു ഭാഷയിൽ തന്നെ അല്ല, പല ഭാഷയിൽ നമുക്ക് വായിക്കാൻ സാധിക്കും. എന്താ പറയുന്നത്, മൊബൈൽ കയ്യിലുണ്ട്, മൊബൈൽ കുത്തിക്കഴിഞ്ഞാൽ എല്ലാം വരും അല്ലെ. നേരത്തെ കമ്പ്യൂട്ടർ നോക്കണമായിരുന്നു കാര്യങ്ങളൊക്കെ ആണെങ്കിൽ, പക്ഷെ ഇന്ന് നമ്മുടെ കയ്യിൽ മൊബൈലുണ്ട് അല്ലെ. സകലതും എല്ലാം വളരെയധികം ഈസി ആയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് പോലും മനുഷ്യർക്ക് ശ്രദ്ധയില്ല എന്നുള്ളതാണ്. ശ്രദ്ധിക്കാൻ സമയമില്ല, ശ്രദ്ധയില്ല എന്നുള്ളതല്ല, ശ്രദ്ധിക്കാൻ സമയമില്ല എന്നുള്ളതാണ് ഒരു എന്താ പറയുന്നത്, ഒരു പ്രശ്നം അല്ലെ, ഒരു പോരായ്മ എന്ന് പറയാം പറ്റുമോ. അപ്പൊ ശ്രദ്ധിക്കാൻ സമയമില്ല. അപ്പൊ ബൈബിൾ എന്ന് പറയുമ്പോൾ, ദൈവത്തിന്റെ വചനം എന്ന് പറയുമ്പോൾ അപ് ടു ഡേറ്റ് ആണ് അല്ലെ. ഇത് 2000 വർഷങ്ങൾക്ക് മുമ്പ് എഴുതിയതെന്ന് പറഞ്ഞിട്ട് അത് കഴിഞ്ഞിട്ട് ഇങ്ങോട്ട് അത് പ്രയോജനമില്ല എന്നുള്ള, ഇന്നും ഈ സമയത്തും ഇനി വരാൻ പോകുന്ന തലമുറയ്ക്കെല്ലാം ഈ ഒരു വചനം മാത്രം മതി അല്ലെ. കാരണം വെച്ചാല് ദൈവത്തിന്റെ വചനം എന്ന് പറഞ്ഞാല് ജീവനുള്ളതാണ് അല്ലെ. അത് ഇത് ദൈവത്തിന്റെ ആത്മാവ് ഉള്ളതാണ് അല്ലെ. ജീവനും ആത്മാവുമാണ് ഇത് വചനമെന്ന് പറഞ്ഞാല്. ആ വചനം നമ്മളോട് സംസാരിക്കുന്നത്, വചനം നമ്മൾ വായിക്കുമ്പോൾ നമ്മളോട് സംസാരിക്കുന്നത് ഹോളി സ്പിരിറ്റ് ഗോഡ് ആണ് അല്ലെ. ദൈവത്തിന്റെ ആത്മാവ് നമ്മളോട് സംസാരിക്കുക. അപ്പൊ ഇതിന് ജീവനുള്ളതാണ്. അപ്പൊ ഇങ്ങനെ ദൈവം ഇങ്ങനെ പറഞ്ഞിരിക്കുകയാണ്, എന്റെ ജനമേ, എന്റെ ഉപദേശം ശ്രദ്ധിപ്പിനല്ലേ. നമ്മൾ ഈ സദൃശവാക്യങ്ങളിലേക്ക് പോകുമ്പോൾ 4-ാമത്തെ
സന്ദേശവാക്യങ്ങളിലേക്ക് പോകുമ്പോൾ ഇങ്ങനെയാ പറഞ്ഞിരിക്കുന്നത്. 20, 21, 22 പറഞ്ഞിരിക്കുന്നത് ഇങ്ങനെയാ പറഞ്ഞിരിക്കുന്നത്. മകനെ എന്റെ വചനം ശ്രദ്ധ തരിക അല്ലെ, എന്റെ മൊഴികൾക്കും നിന്റെ ചെവി ചായ്ക്ക. അവ നിന്റെ ഹൃദയത്തിൽ നിന്ന് മാറിപ്പോകും. നിന്റെ ഹൃദയത്തിന്റെ നടുവിൽ അവയെ സൂക്ഷിച്ചു വെക്കുക. അവയെ കിട്ടുന്നവർക്ക് അവ ജീവനും അവരുടെ സർവ്വദേഹത്തിന് സൗഖ്യവും ആകുന്നില്ല. അവയെ കിട്ടുന്നവന് അല്ലെ, കണ്ടെത്തുന്നവന് അല്ലെ, ദൈവത്തിന്റെ വചനം ജീവനായി തീരുന്നു അല്ലെ. അപ്പൊ അതിനുവേണ്ടി നമ്മൾ കണ്ടെത്തുന്നവരായിരിക്കണം, ശ്രദ്ധ കൊടുക്കുന്നവരായിരിക്കണം. നമ്മളുടെ ചെവി ദൈവത്തിന്റെ വചനത്തിലേക്ക് അയച്ചിരിക്കുന്ന വ്യക്തികളായിരിക്കും. അപ്പൊ അത് തന്നെയാണ് ഇവിടെ ദൈവം പറഞ്ഞിരിക്കുന്നത്. എന്റെ ജനമേ അല്ലെ, എന്റെ മക്കളെ ദൈവം വിളിക്കുക, എന്റെ ഉപദേശം ശ്രദ്ധിപ്പ് എന്ന് പറഞ്ഞിരിക്കുന്നു. ഇനി രണ്ടാമത്തെ വാക്കോട്ട് പറയും, ഞാൻ ഉപമ പ്രസ്താവിപ്പാൻ വായ് തുറക്കും. ഉപമ എന്നുവ പാരബിൾ അല്ല, പുരാതന കടങ്കഥകളെ ഞാൻ പറയും. നാം അവയെ കേട്ടറിഞ്ഞിരിക്കുന്നു. നമ്മുടെ പിതാക്കന്മാർ നമ്മളോട് പറഞ്ഞിരിക്കുന്നു. നാം അവരുടെ മക്കളോടും അവയെ മറച്ചു വെക്കാതെ വരുവാനുള്ള തലമുറയോട് യഹോവയുടെ സ്തുതിയും ബലവും അവൻ ചെയ്ത അത്ഭുത പ്രവൃത്തികൾ വിവരിച്ചു പറയും. ഇനി പറയാം, അവൻ യാക്കോബിൽ ഒരു സാക്ഷ്യം സ്ഥാപിച്ചു, ഇസ്രായേലിൽ ഒരു ന്യായപ്രമാണം നിയമിച്ചു. നമ്മുടെ പിതാക്കന്മാരുടെ അവയെ തങ്ങളുടെ മക്കളെ അറിയിപ്പാൻ കൽപ്പിച്ചിരിക്കുന്നു അല്ലെ. ദൈവം വെറുതെ ന്യായപ്രമാണം കൊടുക്കുക മാത്രമല്ല ചെയ്തിരിക്കുന്നത്, ന്യായപ്രമാണം അനുസരിച്ച് നടക്കണം എന്ന് പറഞ്ഞിരിക്കുന്നു. പക്ഷെ ദൈവം പറഞ്ഞിരിക്കുന്ന ഒരു കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാല്, ഈ ന്യായപ്രമാണത്തെ അല്ലെ, ന്യായപ്രമാണം എന്ന് പറയുമ്പോൾ ദൈവത്തിന്റെ വചനം അല്ലെ, ദൈവത്തിന്റെ വചനത്തെ പറ്റിയാണ് പറയുന്നത്. ന്യായപ്രമാണം അന്ന് ഇസ്രായേൽ മക്കൾക്ക് കൊടുത്തതാണെങ്കിൽ പോലും, പക്ഷെ ഇന്ന് നമുക്കറിയാം ആ ന്യായപ്രമാണം മൊത്തം എന്താ പറയാ കംപ്ലീറ്റ് ആയിട്ട് ഫുൾഫിൽ ചെയ്തുകൊണ്ട് നമ്മുടെ ചെയ്ത ആളാണ് യേശു ക്രിസ്തു അല്ലെ. അപ്പൊ നമ്മുടെ യേശു പറയുന്ന വചനം അല്ലെ, ഇപ്പൊ യേശു തന്നെ ഇങ്ങനെ പറഞ്ഞിരിക്കുന്നത്, സ്ക്രിപ്റ്ററുകളെല്ലാം എന്നെ പറ്റി സംസാരിക്കുന്നു എന്നാ പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ന്യായപ്രമാണം സംസാരിക്കുന്ന യേശുവിനെ പറ്റിയാണ് അല്ലെ. എന്താ പറയാ, ജനസിസ് തൊട്ട് ഉൽപ്പത്തി തൊട്ട് റെവലേഷൻ വരെ സംസാരിക്കുന്നത് മൊത്തം, ഹോളി സ്പിരിറ്റ് ഗോഡ് റിവീൽ ചെയ്ത് തരുന്നതും മൊത്തം ഒറ്റ ആളെ പറ്റി, യേശു ക്രിസ്തുവിനെ പറ്റി പറഞ്ഞിരിക്കുന്നത് അല്ലെ. അപ്പൊ ന്യായപ്രമാണം മൊത്തം സംസാരിക്കുന്ന പ്രോഫറ്റ് അല്ലെ, തോറയല്ലേ, തോറയും പ്രോഫറ്റ് എല്ലാം സങ്കീർത്തനങ്ങളും എല്ലാം സംസാരിക്കുന്ന ഒരാളെ പറ്റി തന്നെ, യേശുവിനെ പറ്റി തന്നെ അല്ലെ. അപ്പൊ അത് നിങ്ങളുടെ എന്താ പറയാ, നിങ്ങൾക്ക് ഞാൻ തന്നിരിക്കുന്നു. പക്ഷേ ഈ ന്യായപ്രമാണത്തെ നിങ്ങൾ തന്നെ ഒതുക്കി നിർത്താനുള്ളതല്ല, നിങ്ങളുടെ കാലം കഴിയുമ്പോൾ നിങ്ങൾ അത് കളയാനുള്ളതല്ല. പക്ഷെ നിങ്ങളുടെ കുഞ്ഞുങ്ങളോടും സംസാരിക്കണം എന്ന് പറഞ്ഞിരിക്കുന്നത്. അവരവരുടെ കുഞ്ഞുങ്ങളോട് സംസാരിക്കണം. ഇപ്പൊ ആറാമത്തെ വാക്ക്, വരുവാനുള്ള തലമുറ ജനിക്കാനിരിക്കുന്ന മക്കൾക്ക് തന്നെ അവയെ ഗ്രഹിച്ച് എഴുന്നേറ്റ് തങ്ങളുടെ മക്കളോട് അറിയിക്കുകയും അവർ തങ്ങളുടെ ആശയം ദൈവത്തിൽ വെക്കുകയും ദൈവത്തിന്റെ പ്രവൃത്തികളെ മറന്നു കളയാതെ അവന്റെ കൽപ്പനകളെ പ്രമാണിച്ച് നടക്കുകയും ചെയ്യുന്നതിന് വേണ്ടി അല്ലെ. ദൈവത്തിന്റെ കൽപ്പനകൾ പ്രമാണിച്ച് നടക്കുന്നതിന് വേണ്ടി, അവരുടെ കോൺഫിഡൻസ് ദൈവത്തിലായിരിക്കുന്നതിന് വേണ്ടി, അവരുടെ വിശ്വാസം, അവരുടെ ഫെയ്ത്ത്, അവരുടെ ട്രസ്റ്റ്, അവരുടെ ഹോപ്പ്, അവർ എല്ലാം ദൈവത്തിലായിരിക്കുന്നതിന് വേണ്ടി നമ്മളോട് പറയുവാണ് ദൈവം, നിങ്ങളുടെ ഉള്ളിൽ മാത്രം ന്യായപ്രമാണം, നിങ്ങളുടെ ഉള്ളിൽ മാത്രം ദൈവത്തിന്റെ വചനം ഇരുന്നാൽ പോരാ അല്ലെ. നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാല്, ദൈവത്തെ പറ്റി നിങ്ങളുടെ കുഞ്ഞുങ്ങളോട് സംസാരിക്കുക, വചനത്തെ പറ്റി പറയുക. ഇത് നേരത്തെ ഇതിനു മുമ്പ് പറഞ്ഞിട്ടുണ്ട്. ദൈവം ചെയ്തു തന്നിരിക്കുന്ന എന്താ പറയാ പ്രവർത്തി, ദൈവം നമ്മൾക്ക് ചെയ്തു തന്നിരിക്കുന്ന പ്രവർത്തികൾ, ദൈവത്തിനെ പറ്റി നമുക്കുള്ള ടെസ്റ്റിമണി, അത് ദൈവം നമ്മളോട് പറയുക, കുഞ്ഞുങ്ങളോട് സംസാരിക്കുക എന്ന് പറയുക. അവരുടെ കുഞ്ഞുങ്ങളോട് സംസാരിക്കട്ടെ. നമ്മളുടെയൊക്കെ വീട്ടില് എന്താ പറയാ ഗ്രാൻഡ് ചിൽഡ്രൻ ഉണ്ടെങ്കിൽ അവരോട് സംസാരിക്കുക, കുഞ്ഞുങ്ങളോട് സംസാരിക്കുക എന്നാ പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ദൈവം ഇങ്ങനെ പറയുമ്പോൾ, ദൈവത്തെ പറ്റി എല്ലാവരും അറിയണം എന്ന് ദൈവം പറയുമ്പോൾ എന്താന്ന് വെച്ച് കഴിഞ്ഞാല്, ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കുക, നമ്മൾ എന്താണ് കേൾക്കുന്നത് അല്ലെ, നമ്മളാണ്, നമ്മുടെ കുഞ്ഞുങ്ങളാണ്, ആരാണ് മനുഷ്യവർഗം എന്താണ് കേൾക്കുന്നത്, എന്താണ് കാണുന്നത്, ആ കാണുന്നതിനും കേൾക്കുന്നതിനുമെല്ലാം നമ്മളെ രൂപപ്പെടുത്തും, നമ്മുടെ മനസ്സിനെ രൂപപ്പെടുത്താൻ, നമ്മളുടെ ചിന്താഗതികളെ രൂപപ്പെടുത്താൻ ഉള്ള ഒരു കഴിവുണ്ട് അല്ലെ. അപ്പൊ അതുകൊണ്ട് തന്നെയാണല്ലോ ഈ പല സിനിമകളും കണ്ടിട്ട്, പല തരത്തിലുള്ള ന്യൂസുകൾ കേട്ടിട്ട്, അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയിൽ, ഫേസ്ബുക്കിൽ അവിടെയും വരുന്ന ഇവിടെയും വരുന്ന കാര്യങ്ങളെല്ലാം വായിച്ചിട്ട്, അതൊക്കെ കണ്ട് യൂട്യൂബിലെ വീഡിയോസ് എല്ലാം കണ്ടു കഴിഞ്ഞിട്ട് പിള്ളേർ നശിച്ചു പോകുന്നു, പലതരത്തിലുള്ള കുറ്റകൃത്യങ്ങൾ ചെയ്യുന്നു അല്ലെ എന്നൊക്കെ പറഞ്ഞു. ഇപ്പൊ നമുക്കറിയാം, ഓൺലൈനിൽ വരുന്ന ഗെയിമുകളൊക്കെ കണ്ടിട്ട് അല്ലെ, അതെല്ലാം കണ്ടിട്ട് കുഞ്ഞുങ്ങൾ നശിക്കുന്നു എന്ന് പറയുമ്പോ, അതിനെല്ലാം നമ്മുടെ ശിരോമണ്ഡലത്തെ അല്ലെ, നമ്മുടെ മനസ്സിനെ, നമ്മുടെ എന്താ പറയുന്നത്, ചിന്താഗതികളെ മാറ്റി മറിക്കാൻ ഉള്ള ഒരു കഴിവുണ്ട്. അതുകൊണ്ടാണ് ദൈവം പറയുന്നത്, നമ്മളുടെ കുഞ്ഞുങ്ങൾ നശിച്ചു പോകാതിരിക്കണമെങ്കിൽ, നമ്മളുടെ കുഞ്ഞുങ്ങളെ നേരെ ചൊവ്വേ
ജീവിതത്തിൽ നടത്തണമെങ്കിൽ, അവരുടെ ചിന്താഗതികൾ നേരെ ചൊവ്വെ ആകണമെങ്കിൽ, അവരുടെ ഹോപ്പ് ദൈവത്തിലാണെങ്കിൽ, അവരുടെ പ്രതീക്ഷ ദൈവത്തിലാകണമെങ്കിൽ, അവർ ദൈവത്തിന്റെ വഴി കൂടെ നടക്കണമെങ്കിൽ നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യമുണ്ട്. എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ, ദൈവത്തിന്റെ പ്രമാണത്തെ അവരെ പറഞ്ഞു പഠിപ്പിക്കുക. ദൈവം പറഞ്ഞിരിക്കുന്ന, ദൈവം നമ്മുടെ ജീവിതത്തിൽ ചെയ്തു തന്നിരിക്കുന്ന അല്ലെ സാക്ഷ്യങ്ങളെ പറ്റി അവരോട് പറയും. അത് നമ്മൾ ചെയ്തേ പറ്റൂ അല്ലെ, നമ്മളെ ചെയ്തേ പറ്റത്തുള്ളൂ. അപ്പൊ അത് ചെയ്യാതിരുന്നിട്ട് എന്താ പറയണേ, പിന്നെ നമ്മുടെ കുഞ്ഞുങ്ങൾ നശിച്ചു പോകുന്നു എന്ന് പറഞ്ഞിട്ട് എന്ത് കാര്യമിരിക്കുന്നു അല്ലെ. അപ്പൊ നമ്മുടെ കുഞ്ഞുങ്ങൾ നേരെ ചൊവ്വയല്ല ദൈവം, അവര് ബൈബിള് വായിക്കുന്നില്ല, അവര് പ്രാർത്ഥിക്കാത്ത മക്കളാണ് എന്ന് പറഞ്ഞിട്ട് എന്തിരിക്കുന്നു അല്ലെ. നമുക്കറിയാം, സദൃശവാക്യങ്ങളിൽ നമ്മൾ ഇങ്ങനെ പോവുകയാണെങ്കിൽ എന്താ പറയാ, 22ാമത്തെ സദൃശവാക്യത്തില് 6ാമത്തെ വാക്കിൽ ഇങ്ങനെ പറഞ്ഞേക്കുന്നത്, ഒരു ബാലനെ അവൻ നടക്കേണ്ട വഴിയിൽ കൂടെ അവനെ അഭ്യസിപ്പിക്കുക, ട്രെയിൻ ചെയ്യണം. ഒരു കുഞ്ഞിനെ അവൻ നടക്കേണ്ട വഴി കൂടെ ട്രെയിൻ ചെയ്തേ പറ്റത്തുള്ളൂ. ഇനി ആ വൃദ്ധനായാലും വയസ്സായെന്ന് കഴിഞ്ഞാലും ആ വഴി വിട്ട് പോകത്തില്ല. ചെറുപ്പത്തിലേ വീട്ടിൽ നിന്ന് നമ്മൾ ട്രെയിൻ ചെയ്ത് വിടുന്നത് അതുപോലെ തന്നെയായിരിക്കും. അവന് മോൾഡ് അല്ലെങ്കിൽ അവളെ മോൾഡ് ചെയ്ത് വിടുന്നത് എങ്ങനെയാണോ അതുപോലെ ഇരിക്കും അല്ലെ. അപ്പോ നമ്മളുടേതാണ് ഉത്തരവാദിത്വം. നമ്മളോട് ദൈവം പറഞ്ഞിരിക്കും 24ാമത്തെ സദൃശവാക്യത്തിലേക്ക് വരും, ദൈവം ഇങ്ങനെ പറഞ്ഞിരിക്കുന്നു, നമ്മുടെ കുടുംബത്തെ കെട്ടിപ്പടുക്കുന്നതിനെ പറ്റി ദൈവം പറഞ്ഞിരിക്കുന്നു. കുടുംബം ദൈവം തന്നിരിക്കുന്നതാണ്. നമ്മളുടെ വീട് എന്ന് പറഞ്ഞാൽ അല്ലെ, വീട് എന്ന് പറയുമ്പോൾ വെറുതെ ഒരു ബിൽഡിംഗ് ഉണ്ടാക്കുന്നതിനെ പറ്റി അല്ലല്ലോ ദൈവം പറഞ്ഞിരിക്കുന്നല്ലോ. വീടെന്ന് പറയുമ്പോൾ അതിലടങ്ങിയിരിക്കുന്ന ആൾക്കാർ, അച്ഛനും അമ്മയും മുത്തച്ഛനും മുത്തശ്ശിയൊക്കെ ഉണ്ടെങ്കിൽ അവരും അല്ലെ, കുഞ്ഞുങ്ങളും എല്ലാം കൂടെ അടങ്ങുന്ന ഒരു ഭവനം അല്ലെ, അതിങ്ങനെ കെട്ടിപ്പടുക്കുന്നതിനെ പറ്റി ദൈവം ഇങ്ങനെ പറഞ്ഞേക്കുന്നത്, വിവേകം കൊണ്ട് അതിനെ സ്ഥിരത ഉള്ളതാക്കുന്നു, അത് ജ്ഞാനം കൊണ്ട് അതിനെ കെട്ടിപ്പടുത്തുന്നു അല്ലെ. വിസ്ഡം ദൈവത്തിൽ നിന്ന് വരുന്ന വിസ്ഡം കൊണ്ട് അതിനെ പണിയുന്നു, അതിനെ അണ്ടർസ്റ്റാൻഡിങ്, വിവേകം അല്ലെ, വിവേകം കൊണ്ട് അതിനെ എസ്റ്റാബ്ലിഷ് ചെയ്യുന്നു. അറിവ് കൊണ്ട്, പരിജ്ഞാനം കൊണ്ട് അതിന്റെ മുറികളിൽ വിലയേറിയ മനോഹരമായ സകല സമ്പത്തും നിറച്ചു വെക്കുന്നു അല്ലെ. അപ്പൊ ദൈവം ഇവിടെ പറഞ്ഞിരിക്കുക, നിങ്ങള് ദൈവത്തിൽ നിന്നുള്ള എന്താ പറയാ, നമ്മളോട് മനുഷ്യവർഗത്തോട് ദൈവം പറയുക, ദൈവത്തിൽ നിന്നുള്ള വിജ്ഞാനം കൊണ്ട്, വിസ്ഡം കൊണ്ട് നമ്മുടെ കുടുംബത്തെ, നമ്മുടെ വീടിനെ നമ്മൾ കെട്ടിപ്പടുത്തുകയും, അണ്ടർസ്റ്റാൻഡിങ് കൊണ്ട് അല്ലെ, വിവേകം കൊണ്ട് അത് എസ്റ്റാബ്ലിഷ് ചെയ്യുകയും അത് സ്ഥിരപ്പെടുത്തുകയും, പിന്നെ അതിന്റെ ഓരോ റൂമുകളും നമ്മൾ നിറയ്ക്കേണ്ടത് വിജ്ഞാനം കൊണ്ടാണ്, അറിവ് കൊണ്ടാണ്, ദൈവത്തിൽ നിന്ന് കിട്ടുന്ന അറിവ് കൊണ്ടാണ് നമ്മൾ നിറയ്ക്കേണ്ടത് എന്ന് വെച്ചു കഴിഞ്ഞാല്, ഓരോ മാതാപിതാക്കൾക്കുമാണ് ദൈവം ഉത്തരവാദിത്വം കൊടുത്തിരിക്കുന്നത്, കുഞ്ഞുങ്ങളെ എങ്ങനെ വളർത്തിക്കൊണ്ട് വരണം എന്നുള്ളത്, ഏത് തരത്തിലുള്ള കുഞ്ഞുങ്ങളായിരിക്കണം എന്നുള്ളത് അത് നമ്മളാണ് തീരുമാനിക്കേണ്ടത്. എന്റെ കുഞ്ഞുങ്ങൾ എങ്ങനെയായിരിക്കണം അല്ലെ, എന്റെ കുഞ്ഞുങ്ങൾ എങ്ങനെയുള്ള കുഞ്ഞുങ്ങളായിരിക്കണം എന്നുള്ളത്, എന്റെ കുഞ്ഞുങ്ങൾ ദൈവത്തിന്റെ വഴി കൂടെ നടക്കുന്ന വ്യക്തികളായിരിക്കണോ വേണ്ടയോ എന്നുള്ളത് അല്ലെ, എന്റെ കുഞ്ഞുങ്ങൾ യഹോവയെ വാഴ്ത്തുന്നവരായിരിക്കണോ വേണ്ടയോ എന്നുള്ളത്, എന്റെ കുഞ്ഞുങ്ങൾ ഹോളി സ്പിരിറ്റ് ഗോഡിനാൽ നിറഞ്ഞിരിക്കുന്ന കുഞ്ഞുങ്ങളായിരിക്കണോ വേണ്ടയോ എന്നുള്ളത് ആ തീരുമാനം എടുക്കേണ്ടത് ഞാനാണ്. ഞാൻ അതുങ്ങളെ അതേ രീതിയിൽ വളർത്തിക്കൊണ്ട് വന്നേ പറ്റത്തുള്ളൂ. അതുകൊണ്ട് ദൈവം പറഞ്ഞിരിക്കുന്നത്, ഈ കുഞ്ഞുങ്ങളോട് നിങ്ങൾ എന്താ പറയണേ, വരുവാനുള്ള തലമുറയോട്, ഇനി ജനിപ്പാനിരിക്കുന്ന തലമുറകൾ കൂടെ അല്ലെ, അവരോട് അവയെ ദൈവത്തിന്റെ വചനം ഗ്രഹിച്ചു എഴുന്നേറ്റ് തങ്ങളുടെ മക്കളോട് അറിയിക്കണം അല്ലെ. അതിനുവേണ്ടി നമ്മുടെ കുഞ്ഞുങ്ങളോട് പറഞ്ഞു കൊടുക്കുക, അവരുടെ തലമുറ, ഇനി ജനിക്കാനിരിക്കുന്നവരാണ് അവര് അല്ലെ, അവരോടും പറയണം അല്ലെ. ജനറേഷൻ ആഫ്റ്റർ ജനറേഷൻ അല്ലെ, ദൈവം നമ്മൾ പറയാം, ജനറേഷൻ ആഫ്റ്റർ ജനറേഷൻ ദൈവത്തെ വാഴ്ത്തുന്ന ഒരു കുടുംബത്തെ കെട്ടിപ്പടുക്കാനുള്ള ഒരു ഉത്തരവാദിത്വം നമ്മൾക്ക് ദൈവം തന്നിരിക്കുകയാണ്. ഇവിടെ 8ാമത്തെ വാക്ക് പറഞ്ഞിരിക്കുക, തങ്ങളുടെ പിതാക്കന്മാരെ പോലെ ശാഠ്യവും മത്സരവുമുള്ള തലമുറയെ ഹൃദയത്തെ സ്ഥിരമാക്കാതെ ദൈവത്തോട് അവിശ്വസ്തത മനസ്സുള്ളൊരു തലമുറയെ തീരാതിരിക്കുകയും ചെയ്യേണ്ടതിന് അല്ലെ, തങ്ങളുടെ പിതാക്കന്മാരെ പോലെ. ഇസ്രായേലിനോട് പറയുക, ഇസ്രായേലിൽ നിന്ന് എന്താ പറയണേ, മിസ്രൈമിൽ നിന്ന്, ഈജിപ്തിൽ നിന്ന് വന്ന ആളുകൾ അല്ലെ, അവരെത്രമാത്രം ദൈവത്തെ എന്താ പറയാ തള്ളി പറഞ്ഞിരുന്ന വ്യക്തികളായിരുന്നു അല്ലെ. എല്ലാ കാര്യത്തിനും കുറ്റം കണ്ടെത്താൻ ശ്രമിച്ചുകൊണ്ടിരുന്ന വ്യക്തികൾ അല്ലെ. മോസസിന്റെ കുറ്റം കണ്ടെത്താൻ ശ്രമിക്കുന്നു, അവർക്ക് എന്താ പറയാ മാംസമില്ല അല്ലെ, അവർക്ക് ഭക്ഷിക്കാൻ നല്ല ഭക്ഷണമില്ലെന്ന് പറഞ്ഞുകൊണ്ട് കുറ്റം കണ്ടെത്താൻ ശ്രമിക്കുന്നു. എന്താ പറയുക, അവരെ കൊല്ലാൻ വേണ്ടി കൊണ്ടുവന്നതാണെന്ന് പറഞ്ഞ് മരുഭൂമിയെ കൊണ്ടിട്ട് യഹോവ അവരെ കൊല്ലാൻ വേണ്ടി കൊണ്ടുവന്നു പറയുന്നു. അങ്ങനെ സകല വിധത്തിലുള്ള എന്താ പറയുക, ഇങ്ങനെ പൊറുപുറക്കുന്ന അല്ലെ, മുറുമുറുക്കുന്ന തരത്തിലുള്ള ജനതയായിരുന്നു അവര്. അപ്പൊ അതുപോലെയുള്ളൊരു സ്വഭാവം അവർക്ക് ആകാതിരിക്കുന്നതിന് വേണ്ടി അല്ലെ, ഇനിയുള്ള തലമുറയ്ക്ക് അങ്ങനെ ഒരു സ്വഭാവം ഉണ്ടാക്കി തീർക്കാതിരിക്കുന്നതിന് വേണ്ടി ദൈവം ചെയ്തു തന്ന നന്മ
നന്മയെപ്പറ്റി പറയുക. നിങ്ങൾക്ക് ദൈവം ചെയ്തു തന്നിരിക്കുന്ന ടെസ്റ്റിമണീസ് അല്ലെ, ദൈവം നമുക്ക് തന്നിരിക്കുന്ന എന്താ പറയാ അനുഗ്രഹങ്ങളെ പറ്റി പറയുക. ദൈവത്തിന്റെ വചനം അവനെ പറഞ്ഞു കേൾപ്പിക്കുക അല്ലെ. ഈ ദൈവം നമ്മളോട് പറയുന്ന ഒരു കാര്യമുണ്ട്. എന്താ പറയുക, ഇത് ഇവിടെ ഇങ്ങനെ വന്നിട്ടുണ്ടല്ലോ, 5-ാമത്തെ വാക്യം, അവൻ യാക്കോബിൽ ഒരു സാക്ഷ്യം സ്ഥാപിച്ചു, ഇസ്രായേൽ ഒരു ന്യായപ്രമാണം നിയമിച്ചു, നമ്മുടെ പിതാക്കന്മാരുടെ അവയെ തങ്ങളുടെ മക്കളെ അറിയിപ്പാൻ കൽപ്പിച്ചു അല്ലെ. ഇപ്പൊ ഈ കൽപ്പിച്ചെന്ന് പറയുമ്പോൾ നമുക്കറിയാം, ആവർത്തന പുസ്തകത്തിലേക്ക് പോകുമ്പോഴാണ് നമുക്കത് കാണാൻ സാധിക്കുക. 6-ാമത്തെ ചാപ്റ്ററിലൊക്കെ അതിനെപ്പറ്റി പറഞ്ഞിട്ടുണ്ട്. ഇനി ഒരു കാര്യം പറയട്ടെ, നമ്മൾ കുഞ്ഞുങ്ങളെ വളർത്തണം, കുഞ്ഞുങ്ങളോട് സംസാരിക്കണം എന്നൊക്കെ പറയുമ്പോൾ എന്താ പറയണേ, കുഞ്ഞുങ്ങള് ഏറ്റവും കൂടുതൽ കാര്യങ്ങൾ പഠിക്കുന്നത് എവിടെ നിന്നെന്ന് വെച്ചാൽ നമ്മുടെ കുടുംബത്തിൽ നിന്നാണ് അല്ലെ. സ്കൂളിൽ പോകുന്നു, അതൊക്കെ വാസ്തവം. സ്കൂളിൽ പോകുമ്പോൾ അവർക്ക് കാര്യങ്ങളൊക്കെ പിടുത്തം കിട്ടും. പക്ഷെ ചെറിയ കുഞ്ഞുങ്ങള് അവർ ഏറ്റവും കൂടുതൽ അനുകരിക്കുന്നത് നമ്മളെ തന്നെ, നമ്മുടെ വീട്ടിലെ കൾച്ചർ എന്താണോ അതനുസരിച്ചായിരിക്കും അവര് അല്ലെ. നമ്മളെ വീട്ടിൽ സംസാരിക്കുന്ന വാക്കുകൾ എന്താണോ അത് തന്നെയായിരിക്കും അവർ പുറത്തിറങ്ങിയാൽ സംസാരിക്കാൻ പോകുന്നത്. അപ്പോ ദൈവം ആദ്യമായിട്ട് പറയുന്ന കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാല്, നമ്മളോട് ദൈവത്തെ സ്നേഹിക്കാനാണ് ദൈവം പറഞ്ഞിരിക്കുന്നത്. നമ്മളുടെ ജീവിതമായിരിക്കണം നമ്മളുടെ കുഞ്ഞുങ്ങൾ കണ്ടു പഠിക്കേണ്ടത് അല്ലെ. എങ്ങനെയാണ് എന്നുള്ളതായിരിക്കണം അവർക്ക് ദൈവത്തിലേക്ക് അടുക്കാനുള്ള ഒരു പ്രചോദനമായിട്ട് അല്ലെ. നമ്മള് ഒരു തരത്തിലുള്ള ജീവിതം ജീവിക്കും, പിന്നെ കുഞ്ഞുങ്ങളോട് എപ്പോഴും നീ ബൈബിൾ എടുത്ത് വായിക്കണം, നീ പ്രാർത്ഥിക്കണം എന്ന് പറഞ്ഞു കഴിഞ്ഞാല്, നമ്മൾ പ്രാർത്ഥിക്കാത്തവരാണെങ്കിൽ, നമ്മൾ ബൈബിൾ വായിക്കാത്തവരാണെങ്കിൽ, നമ്മൾ മറ്റുള്ളവരെ കുറ്റവും കുറയും കണ്ടെത്താൻ നടക്കുന്ന വ്യക്തികളാണെങ്കിൽ, ആ കുഞ്ഞുങ്ങളോട് നേരെ ചൊവ്വയാൻ പറഞ്ഞു കഴിഞ്ഞാൽ അവര് അത് ചെയ്യത്തില്ല അല്ല. അപ്പൊ അവര് കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. നമ്മളുടെ എന്താ പറയാ, കുഞ്ഞുങ്ങൾക്ക് പ്രത്യാശ വരുന്നത് നമ്മളുടെ ജീവിതത്തില് ദൈവം ചെയ്തു തന്നിരിക്കുന്ന കാര്യത്തെപ്പറ്റി നമ്മൾ സംസാരിക്കുമ്പോഴാണ് അല്ലെ. നമ്മൾ ദൈവത്തെ വാഴ്ത്തുമ്പോഴാണ് അവർക്ക് കാര്യം പിടികിട്ടുന്നത്. നമ്മുടെ ജീവിതത്തിൽ ദൈവം ചെയ്ത നന്മയെപ്പറ്റി നമ്മളെന്നും നന്ദിയുള്ളവരായിരിക്കുമോ? നമ്മളത് റിപ്പീറ്റഡ് ആയിട്ട് പറയും അല്ലെ. എന്റെ ദൈവം എനിക്ക് ഇതാണ് ചെയ്തു തന്നത്, ഞാൻ ഒന്നുമില്ലാത്തവനായിരുന്നു അല്ലെ, എനിക്ക് ഒരു കഴിവ്, പ്രത്യേകിച്ച് ഒരു കഴിവില്ലാത്തൊരു വ്യക്തിയായിരുന്നു, പക്ഷെ എന്നെ തേടിയെത്ത സ്നേഹമാണ് എന്റെ ദൈവത്തിൻ്റെത് അല്ലെ. ഞങ്ങൾ കഷ്ടപ്പാടിലായിരുന്നു, പക്ഷെ ഞങ്ങളെ തേടിയെത്തിയ സ്നേഹമാണ് ദൈവത്തെ ഞങ്ങൾ ഇത്രമാത്രം ഉയർത്തി അല്ലെ. ഞങ്ങൾ ഇത്രമാത്രം ദൈവം ഉയർത്തി. ഒന്നുമില്ലായിരുന്നു എന്റെ ദൈവം, എന്റെ കഴിവുകൊണ്ടല്ല ഞാൻ വന്നിരിക്കുന്നത്, എന്റെ ദൈവത്തിന്റെ കൃപ കൊണ്ട് മാത്രമാണ് ഞാൻ വന്നിരിക്കുന്നത് എന്ന് നമ്മൾ പറയുമ്പോൾ, നമ്മുടെ ജീവിതത്തിൽ ദൈവത്തോടുള്ള നന്ദി നമ്മൾ പ്രകടിപ്പിക്കുമ്പോൾ, നമ്മൾ ദൈവത്തെ സ്നേഹിക്കുമ്പോൾ, നമ്മൾ ദൈവത്തിന്റെ വഴി കൂടെ നടക്കുമ്പോൾ, അത് നമ്മളുടെ കുഞ്ഞുങ്ങൾക്ക് നമ്മൾ കാണിച്ചു കൊടുക്കുന്ന ഒരു മാർഗമാണ്. ഇങ്ങനെ തന്നെ ആയിരിക്കണം അല്ലെ. നമുക്കറിയാം, എന്താ പറയുക, ഡ്യൂട്ടറോണമിയിൽ ആവർത്തന പുസ്തകത്തിന്റെ 6-ാമത്തെ ചാപ്റ്ററിലേക്ക് പോകുമ്പോൾ ഇങ്ങനെ പറഞ്ഞിരിക്കുന്നത്, 1 തൊട്ടുള്ള വാക്ക് 1 തൊട്ട് 8 വരെ ഇങ്ങനെ പറഞ്ഞിരിക്കുന്നത്, നിങ്ങൾ കൈവശമാക്കുവാൻ കടന്നു ചെല്ലുന്ന ദേശത്ത് നിങ്ങൾ അനുസരിച്ച് നടക്കേണ്ടതിനും നിന്റെ ജീവകാലം ഒക്കെയും നീയും നിന്റെ മകനും മകന്റെ മകനും ഞാൻ നിന്നോട് കൽപ്പിക്കുന്ന നിന്റെ ദൈവമായ യഹോവയുടെ എല്ലാ ചട്ടങ്ങളും കൽപ്പനകളും പ്രമാണിപ്പാൻ തക്കവണ്ണം അവനെ ഭയപ്പെടേണ്ടതിനും നീ ദീർഘായുസ്സോടുകൂടി ഇരിക്കേണ്ടതിനുമായി നിങ്ങളുടെ ദൈവമായ യഹോവ നിങ്ങൾക്ക് ഉപദേശിച്ചു തരുവാൻ കൽപ്പിച്ചിട്ടുള്ള കൽപ്പനകളും ചട്ടങ്ങളും വിധികളും ഇവ ആകുന്നു. ആകിയാൽ ഇസ്രായേലേ, നിങ്ങൾക്ക് നന്നായിരിക്കേണ്ടതിനും നിന്റെ പിതാക്കന്മാരുടെ ദൈവമായ യഹോവ ോട് അരുളി ചെയ്തതുപോലെ പാലും തേനും ഒഴുകുന്ന ദേശത്ത് നിങ്ങൾ ഏറ്റവും വർദ്ധിക്കേണ്ടതിനും നീ കേട്ടു ജാഗ്രതയോടെ അനുസരിച്ച് നടക്കുക. ഇസ്രായേലിൽ കേൾക്ക, യഹോവ നമ്മുടെ ദൈവമാകുന്നു, യഹോവ ഏകൻ തന്നെ. നിന്റെ ദൈവമായ യഹോവയെ നീ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ മനസ്സോടും പൂർണ്ണ ശക്തിയോടും കൂടെ സ്നേഹിക്കണം അല്ലെ. അപ്പൊ എന്താ പറയുക, കുഞ്ഞുങ്ങളോട് തന്നെ സ്നേഹിക്കണം എന്നല്ല ദൈവോട് പറഞ്ഞിരിക്കുന്നത് അല്ലെ. നമ്മളോട് പറയുവാണ്, നിങ്ങളെ ദൈവത്തെ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ മനസ്സോടും പൂർണ്ണ ശക്തിയോടും കൂടെ സ്നേഹിക്കുക എന്ന് പറഞ്ഞിരിക്കുക. അതും മാതാപിതാക്കളുടെ കടമയാണ് അല്ലെ. ഓരോ വ്യക്തികളും യഹോവയെ സ്നേഹിക്കുക, ദൈവത്തെ സ്നേഹിക്കുക എന്നുള്ളത്, നമ്മളുടെ ജീവിതം കൊടുത്ത് സ്നേഹിക്കുക എന്നുള്ളത്, അത് നമ്മൾ ചെയ്യേണ്ടതാണ്. ആ നമ്മളുടെ മാതൃകയായിരിക്കും നമ്മുടെ കുഞ്ഞുങ്ങൾ കണ്ടു പഠിക്കേണ്ടത്. പിന്നെ 6-ാമത്തെ വാക്ക് പറയുക, ഇത് ഞാൻ നിന്നോട് കൽപ്പിക്കുന്ന ഈ വചനങ്ങൾ നിന്റെ ഹൃദയത്തിൽ ഇരിക്കണം, നീ അവയെ നിന്റെ മക്കൾക്ക് ഉപദേശിച്ചു കൊടുക്കുകയും നീ വീട്ടിൽ ഇരിക്കുമ്പോഴും വഴി നടക്കുമ്പോഴും കിടക്കുമ്പോഴും എഴുന്നേൽക്കുമ്പോഴും അവയെക്കുറിച്ച് സംസാരിക്കുകയും വേണം. അവയെ അടയാളമാക്കി നിന്റെ കൈമേൽ കെട്ടണം, അവ നിന്റെ കണ്ണുകൾക്ക് മധ്യേ ചപ്പട്ടമായി ഇരിക്കണം അല്ലെ. അപ്പോ ആദ്യം പറയേണ്ട നമ്മുടെ ജീവിതത്തിലാണ് അല്ലെ. നമ്മൾ ദൈവത്തെ സ്നേഹിക്കാൻ, യേശുവിനെ സ്നേഹിക്കാൻ നമ്മൾ പഠിക്കണം. യേശുക്രിസ്തുവിനെ സ്നേഹിക്കാൻ നമ്മൾ പഠിച്ചേ മതിയാകത്തുള്ളൂ അല്ലെ. നമ്മൾ അവനെ സ്നേഹിച്ചേ പറ്റത്തുള്ളൂ. നമുക്കുള്ളത് മൊത്തം നമ്മുടെ പൂർണ്ണ ഹൃദയത്തോടെ, നമ്മുടെ പൂർണ്ണ മനസ്സോടെ അല്ലെ, നമ്മുടെ ആത്മാവ് കൊണ്ട്, നമ്മുടെ പ്രാണം കൊണ്ട്, നമ്മുടെ ശരീരം കൊണ്ട്, നമ്മുടെ
ബലം കൊണ്ട് നമുക്കുള്ളത് കൊണ്ടല്ല, നമ്മുടെ ഫൈനാൻസ് കൊണ്ട് ഉള്ളത് കൊണ്ടെല്ലാം നമ്മൾ അവനെ സ്നേഹിക്കുമ്പോൾ, അത് കഴിയുമ്പോൾ സ്നേഹിക്കുമ്പോൾ നമ്മുടെ മക്കളോട് പറയുമ്പോൾ അല്ലെ, യഹോവയെ സ്നേഹിക്കുക, യേശുക്രിസ്തുവിനെ സ്നേഹിക്കുക, അല്ലെ, ഹോളി സ്പിരിറ്റ് ഗോഡിനെ സ്നേഹിക്കുക, ദൈവത്തിന്റെ വഴി കൂടെ നടക്കുക എന്ന് നമ്മൾ നമ്മുടെ കുഞ്ഞുങ്ങളോട് പറയുമ്പോൾ അവരത് കേൾക്കും. നമ്മളൊരു രീതിയിലാണ് പോകുന്നതെങ്കിൽ പിന്നെ കുഞ്ഞുങ്ങളോട് പറയാനുള്ള ഒരു വാക്ക് നമുക്കില്ല. അപ്പൊ ഈ സമൂഹത്തിൽ നമ്മൾ ജീവിക്കുമ്പോൾ ഈ സമയങ്ങൾ നമുക്കറിയാം. നേരത്തെ നമ്മളൊക്കെ വളർന്നു വന്ന ഒരു കാലഘട്ടമല്ല ഇത്, അല്ലെ. നേരത്തെ ഉണ്ടായിരുന്ന ഒരു ഇന്നസെൻസ് ഉണ്ടല്ലോ സമൂഹത്തിൽ, കുറച്ചൊക്കെ കുറേം കൂടെയൊക്കെ മനസാക്ഷിയൊക്കെ ഉണ്ടായിരുന്ന ഒരു സിറ്റുവേഷനൊക്കെ ആയിരുന്നു നടക്കുന്നത്, അല്ലെ. നമ്മൾക്ക് അയൽവക്കംകാരുമായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഒരു സഹകരണം, ഒരു സന്തോഷമൊക്കെ ഉണ്ടായിരുന്ന ഒരു സമയത്തായിരുന്നു നമ്മളൊക്കെ ജീവിച്ചു പോന്നുകൊണ്ടിരുന്നത്, അല്ലെ. പരസ്പരം ബഹുമാനമൊക്കെ ഉണ്ടായിരുന്ന സമയം. പക്ഷെ ഇന്ന് അങ്ങനെയൊന്നും അല്ല, അല്ലെ. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസും ഒരുപാട് ഇന്റർനെറ്റിന്റെ അതിപ്രസരമോ കാരണം അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു സ്നേഹമോ ഒരു സമാധാനമോ ഒരു നന്മയോ ഒരു റെസ്പെക്റ്റോ അങ്ങനെ ഒരു കാരണവും ഒന്നും തന്നെ ഇല്ലാത്ത ഒരു അവസ്ഥ, അല്ലെ. സെൽഫിഷ് ആയിട്ടുള്ള ഒരു ജനതയാണ് നമ്മൾ ഇന്ന് കാണുന്നത്. ഇനി അങ്ങോട്ട് വരുന്ന സമയത്ത് ഇനി ഇതിനേക്കാളും എല്ലാം മോശമായിരിക്കും. അപ്പൊ അവിടെ നമ്മളുടെ കുടുംബം നിലനിൽക്കണമെങ്കിൽ, നമ്മുടെ തലമുറകൾ നിലനിൽക്കണമെങ്കിൽ ദൈവം നമ്മളോട് പറഞ്ഞു തന്നിരിക്കുക, യഹോവയുടെ വചനം നമ്മള് കാത്തു സൂക്ഷിക്കുന്നവരായിരിക്കണം, അല്ലെ. നമ്മൾ നടക്കുമ്പോഴും ഇരിക്കുമ്പോഴും, അല്ലെ, മെഡിറ്റേറ്റ് ചെയ്യേണ്ട കാര്യമാണ്. അതാണ് ദൈവം ഇവിടെ ആവർത്തന പുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്നത്, അല്ലെ. നീ അവയെ നിന്റെ മക്കൾക്ക് ഉപദേശിച്ചു കൊടുക്കാൻ, നിന്റെ വീട്ടിൽ ഇരിക്കുമ്പോഴും വഴി നടക്കുമ്പോഴും കിടക്കുമ്പോഴും എഴുന്നേൽക്കുമ്പോഴും അവയെക്കുറിച്ച് സംസാരിക്കണം എന്ന് പറയുമ്പോൾ കുഞ്ഞുങ്ങളോട് സ്ഥിരമായിട്ട് പറയും, അല്ലെ. കുഞ്ഞുങ്ങളെ വളർത്തിക്കൊണ്ട് വരുമ്പോ ആരാണ് നിങ്ങൾ എന്ന് പറഞ്ഞു തന്നെ മനസ്സിലാക്കി കൊടുക്കുക. ഈ ലോകത്തിന്റെ പാട്ടല്ല നിങ്ങൾ എന്ന് അവരോട് പറയുക, അല്ലെ. നിങ്ങൾ യഹോവയുടേതാണ്, നിങ്ങൾ യേശുക്രിസ്തുവിന്റേതാണ്. യഹോവ തന്നെയാണ് യേശുക്രിസ്തു, അല്ലെ. അപ്പോ ഞാൻ യഹോവ എന്ന് പറയുമ്പോ യഹോവ സാക്ഷിയാകുന്നു വിചാരിക്കരുത്. യേശുക്രിസ്തു തന്നെയാണ് യഹോവ, അല്ലെ. എന്താ പറയുക, യശുവ എന്നുള്ള പേരിന്റെ അർത്ഥം തന്നെ ദൈവം നമ്മളെ രക്ഷിക്കുന്നവർ, അല്ലെ. ഗോഡ് ഇസ് സാൽവേഷൻ എന്ന് പറയുന്നത്, അല്ലെ. ദൈവമാണ് നമ്മളുടെ രക്ഷ എന്നാണ്. അപ്പൊ ദൈവമാണ് രക്ഷ എന്ന് പറഞ്ഞാൽ ആരാ? യഹോവ, ഗോഡ് ദ ഫാദർ തന്നെയാണ് പുത്രനും ഹോളി സ്പിരിറ്റ് ഗോഡ്, അവർ ഒന്നാണ്, അല്ലെ. അപ്പൊ അതുകൊണ്ടാണ് യഹോവ എന്ന് ഞാൻ പറഞ്ഞത്. അപ്പൊ എനിക്കിവിടെ പറയാനുള്ളത് എന്താന്ന് വെച്ച് കഴിഞ്ഞാല്, നമ്മളുടെ കുഞ്ഞുങ്ങൾ എങ്ങനെ പോകണം, നമ്മളുടെ കുടുംബം എങ്ങനെ പോകണം എന്നുള്ളതിനെ പറ്റി ദൈവം നമ്മളോട് കൃത്യമായിട്ട് പറഞ്ഞു തന്നിരിക്കുക. ദൈവത്തിന്റെ വചനം അത് വിട്ടുമാറാൻ ഇടവരുത്തരുത്, അല്ലെ. ദൈവത്തിന്റെ വചനം നമ്മുടെ ആത്മാവിന്റെ ഉള്ളിലേക്ക് കയറണം, അല്ലെ. അതിനാ പറഞ്ഞിരിക്കുന്നത്, നിങ്ങൾ ഇരിക്കുമ്പോഴും നിൽക്കുമ്പോഴും വഴി നടക്കുമ്പോഴും എല്ലാം കുഞ്ഞുങ്ങളോട് സംസാരിക്കുക എന്ന് പറഞ്ഞിരിക്കുന്നത്. അവരോട് റിപ്പീറ്റഡ് ആയിട്ട് പറയുമെന്ന് പറയുമ്പോൾ അവര് കേൾക്കുന്നത് ദൈവത്തിന്റെ വചനമാകുമ്പോൾ ആ ദൈവത്തിന്റെ വചനം അനുസരിച്ചാണ് അവരെ നമ്മൾ മുമ്പോട്ട് നയിക്കുമ്പോൾ ആ ദൈവത്തിന്റെ വചനം അവരെ മോൾഡ് ചെയ്യും, അവരെ രൂപപ്പെടുത്തും, അല്ലെ. അവരുടെ ചിന്താഗതികൾ രൂപപ്പെടുത്തും, അല്ലെ. അവർക്ക് ദൈവത്തിന്റെ വചനത്തിൽ വിശ്വാസമുണ്ട്, ദൈവത്തിൽ വിശ്വാസമുണ്ടാകും, അല്ലെ. അപ്പൊ ലോകത്തിൽ കാണുന്ന അനുസരിച്ചുള്ള ജീവിതം ആയിരിക്കത്തില്ല അവർ ജീവിക്കുന്നത്. അവരുടെ വിശ്വാസം, അവരുടെ കോൺഫിഡൻസ്, അവരുടെ ഹോപ്പ് എല്ലാം ദൈവത്തിലായിരിക്കും, ദൈവത്തിന്റെ വചനത്തിലായിരിക്കും, അല്ലെ. അപ്പൊ അതിനായിട്ട് നമ്മൾ സ്ഥിരമായിട്ട് നമ്മുടെ കുഞ്ഞുങ്ങളോട് സംസാരിക്കുക. അങ്ങനെ കുഞ്ഞുങ്ങളോട് സംസാരിക്കണമെങ്കിൽ റോബോട്ടുകളെ പോലെ ആയിട്ട് നമുക്ക് കാര്യമില്ലല്ലോ, അല്ലെ. നമ്മൾക്ക് ദൈവമായിട്ട് ഒരു ആത്മബന്ധം വേണമല്ലോ. അപ്പൊ അതുകൊണ്ടാണ് ദൈവം പറഞ്ഞത്, നീ നിന്റെ ദൈവത്തെ പൂർണ്ണ ഹൃദയത്തോട് സ്നേഹിക്കുക. സ്നേഹത്തിൽ നിന്നുകൊണ്ട് നമ്മൾ സംസാരിക്കുമ്പോൾ അത് വേറൊരു ലെവലായിരിക്കും, അല്ലെ. നമ്മളൊരു എന്താ പറയാ, ഒരു പറയണമല്ലോ എന്ന് ഓർത്തുകൊണ്ട് ഒരു പറച്ചിൽ പറയുമ്പോ അതും നമ്മൾ ഒരാളോടുള്ള സ്നേഹത്തിൽ നിന്ന് സംസാരിക്കുകയും ചെയ്യുമ്പോൾ രണ്ടും രണ്ട് കാര്യമാണ്, അല്ലെ. നമ്മൾക്കുള്ളതേ നമുക്ക് നമ്മുടെ കുഞ്ഞുങ്ങളോട് കൊടുക്കാൻ പറ്റത്തുള്ളൂ. നമ്മൾക്കുള്ളതേ ഉള്ളൂ, നമ്മളുടെ എക്സ്പീരിയൻസിൽ നിന്ന് മാത്രമേ നമുക്ക് സംസാരിക്കാൻ സാധിക്കത്തുള്ളൂ, നമുക്കത് ജെന്യൂൻ ആയിട്ട് പറയാൻ പറ്റത്തുള്ളൂ, അല്ലെ. അപ്പൊ നമ്മുടെ കുഞ്ഞുങ്ങളോട് ദൈവത്തെ സ്നേഹിക്കണം എന്ന് പറയുമ്പോ അത് നമ്മൾ സ്നേഹിക്കുന്നവരായിരിക്കണം, അല്ലെ. ആ നമ്മൾ സ്നേഹിക്കുന്ന വ്യക്തികളാകുമ്പോ, ദൈവം ആരെന്ന് മനസ്സിലാക്കുന്ന വ്യക്തികളാകുമ്പോ അതനുസരിച്ച് നമ്മുടെ എക്സ്പീരിയൻസിൽ നിന്ന്, അല്ലെ, ദൈവത്തിന്റെ ഗുഡ്നെസ്, ദൈവത്തിന്റെ നന്മയെ പറ്റി നമുക്ക് നമ്മുടെ കുഞ്ഞുങ്ങളോട് പറയാൻ പറ്റും, അല്ലെ. അപ്പൊ അങ്ങനെയാകുമ്പോ അവരെ എക്സ്പീരിയൻസ് ചെയ്യും, ഓ എന്റെ അച്ഛന്റെ അമ്മയുടെയും ദൈവം, അല്ലെ, എന്റെ അച്ഛനെയും അമ്മേനെയും ഇത്രയധികം കഷ്ടപ്പാടിൽ നിന്നൊക്കെ കരകയറ്റിയ ദൈവമുണ്ടല്ലോ. അപ്പൊ എനിക്ക് ആ ദൈവത്തെ ആശ്രയിക്കാൻ സാധിക്കുമല്ലോ, അല്ലെ. എന്റെ മാതാപിതാക്കളെ ഹെൽപ്പ് ചെയ്താണ് ദൈവം, അല്ലെ. യേശു നല്ലവനാണ്, അതാണ് എന്റെ മാതാപിതാക്കൾ എന്നോട് പറയുന്നത്. അപ്പൊ യേശു നല്ലവനാണ്, എനിക്ക് അവനെ ആശ്രയിക്കാൻ സാധിക്കും എന്നുള്ള ഒരു അറിവ് നമ്മുടെ കുഞ്ഞുങ്ങളുടെ മനസ്സിലേക്ക് വരും. അങ്ങനെയാകുമ്പോ അതുങ്ങളുടെ ജീവിതം, അല്ലെ, അവര് മോൾഡ് ചെയ്യപ്പെടുന്ന അവരുടെ ഐഡിയയും അവരുടെ അണ്ടർസ്റ്റാൻഡിങ് എല്ലാം വരുന്നത് ദൈവത്തിന്റെ വചനത്തിൽ നിന്നായിരിക്കും. അപ്പൊ ഈ ലോകത്തിന് അവരെ നശിപ്പിച്ച് കളയാനുള്ള
പ്ലാൻസ് ഉണ്ടാവത്തില്ല അല്ലേ? കാരണം അവർ ഓൾറെഡി ദൈവത്തില് എന്താ പറയാ റൂട്ടഡ് ആയിട്ടിരിക്കുന്ന വേരൂന്നിയ ആയിരിക്കും അല്ലേ? അപ്പൊ ദൈവം ഒന്നാമത് നമ്മളോട് പറയുന്നു, മാതാപിതാക്കളോട് പറയുന്നൊരു കാര്യം ഇതാ, നിങ്ങൾ ദൈവത്തെ സ്നേഹിക്കുന്ന വ്യക്തികളായിരിക്കും അല്ലെ? ആ സ്നേഹത്തിൽ നിന്നുകൊണ്ട് നമ്മുടെ കുടുംബത്തെ കെട്ടിപ്പടുത്തുക അല്ലെ? അപ്പൊ കെട്ടി പൊക്കുക അല്ലെ? ആ നമ്മുടെ കുഞ്ഞുങ്ങളോട് യഹോവയെ പറ്റി, യേശുവിനെ പറ്റി, ഹോളി സ്പിരിറ്റ് ഗോഡിനെ പറ്റി നമ്മൾ പറഞ്ഞുകൊണ്ടേയിരിക്കുക. നമ്മുടെ ജീവിതം കൊണ്ട് അവരെ കാണിച്ചു കൊടുത്തുകൊണ്ടേയിരിക്കുക അല്ലെ? നമ്മൾക്ക് ദൈവം ചെയ്തു തരുന്ന നന്മയെ പറ്റി എല്ലാ ദിവസവും ദൈവം നമുക്ക് നന്മ ചെയ്തു തരുന്നു. ആ നന്മയെ പറ്റി നമ്മുടെ കുഞ്ഞുങ്ങളോടും പറയുക, നോക്കി ഇതാണ് എന്റെ ദൈവം ചെയ്തു തന്നത് അല്ലെ? നോക്ക് ഈ കഷ്ടപ്പാടിൽ എന്റെ ദൈവം എന്നെ ഹെൽപ്പ് ചെയ്തു. നോക്ക് ഇന്നലെ ഞാൻ ഡ്രൈവ് ചെയ്തപ്പോ ഞാനൊരു വണ്ടിയെ ചെന്ന് ഇടിക്കേണ്ടായിരുന്നു, പക്ഷെ എന്റെ ദൈവം എന്നെ കാത്തു അല്ലെ? നോക്ക് എനിക്ക് ഈ അസുഖം ഇതുണ്ടായിരുന്നു, പക്ഷെ ദൈവം എന്നെ ഹീൽ ചെയ്തു. അങ്ങനെ ഓരോന്നും നമ്മുടെ കുഞ്ഞുങ്ങളോട് പറയുമ്പോൾ ദൈവത്തിന്റെ വചനം അവരെ പഠിപ്പിക്കുമ്പോൾ അല്ലെ, ആ കുഞ്ഞുങ്ങളുടെ മനസ്സിലേക്കാണ് നമ്മളത് കൊണ്ടുവരുന്നത്. അപ്പൊ അത് പതുക്കെ പതുക്കെ അതുങ്ങളെ മോൾഡ് ചെയ്യുകയും അതുങ്ങളെ ദൈവത്തിന്റെ കുഞ്ഞുങ്ങളാക്കി തീർക്കുകയും ചെയ്യും. അതാണ് ദൈവം പറഞ്ഞിരിക്കുന്നത്. ദൈവത്തിന് വേണ്ടി ഒരു കുടുംബത്തെ കെട്ടിപ്പടുക്കുന്ന വ്യക്തികളായിരിക്കാൻ നമ്മൾ അല്ലെ? നമ്മുടെ സമയം ദൈവത്തിനായിട്ട് കാഴ്ചവെക്കുക, ദൈവത്തെ പറ്റി ചിന്തിക്കുന്ന വ്യക്തികളായിരിക്കാൻ നമുക്ക് അല്ലെ? അതിനെപ്പറ്റിയാണ് ദൈവം പറയുന്നത്. അപ്പൊ നമുക്കൊന്ന് പ്രാർത്ഥിച്ചു നിർത്താം. കർത്താവ് സമയത്ത് നന്ദി പറയുന്നു കർത്താവ്. ഓ ലോർഡ് ജീസസ് മാസ്റ്റർ ഗാഡ്, ഇരിക്കുമ്പോഴും നിൽക്കുമ്പോഴും കിടക്കുമ്പോഴും നടക്കുമ്പോഴല്ലേ കർത്താവ്, ഞങ്ങൾ അങ്ങനെ പറ്റി മാത്രം വിചാരിക്കട്ടെ കർത്താവ്. താങ്ക് യു ജീസസ് മാസ്റ്റർ. പ്രൈസ് യുവർ ഹോളി നെയിം മൈറ്റി ഫാദർ ഗാഡ്. ഞങ്ങളെ തേടിയെത്തിയ സ്നേഹത്തിലാണ് നന്ദി പറയുന്നു കർത്താവ്, വചനത്തിലാണ് നന്ദി പറയുന്നു കർത്താവ്. ഞങ്ങളെ പറ്റി മാത്രം, ഞങ്ങളുടെ കുടുംബത്തെ, ഞങ്ങളുടെ കുഞ്ഞുങ്ങളെയും കർത്താവ് ലോർഡ് ഫാദർ ഗാഡ്, അവരെ പറ്റി എല്ലാം കർത്താവ് അങ്ങ് കൺസേൺഡ് ആണ് കർത്താവ്. ഞങ്ങളെല്ലാവരെയും അങ്ങ് സ്നേഹിക്കുന്നു കർത്താവെ. ഓ ലോർഡ് ഫാദർ, ഞങ്ങളുടെ കുടുംബത്തെ പറ്റി അങ്ങ് വിചാരിക്കുന്നു കർത്താവ്. ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ എങ്ങനെ വളർത്തണം എന്നുള്ളതിനെ പറ്റി കർത്താവ് അറിവ് ഞങ്ങൾക്ക് തരുന്നു കർത്താവ്. താങ്ക് യു ജീസസ് മാസ്റ്റർ. പ്രൈസ് ആൻഡ് വർഷിപ്പ് കർത്താവ്. അങ്ങനെ പോലെ ദൈവമില്ല കർത്താവ് ലോർഡ് ഫാദർ ഗാഡ്. താങ്ക് യു ജീസസ് മാസ്റ്റർ. അങ്ങയുടെ കണ്ണിന്റെ കൃഷ്ണമണിയായിട്ട് ഞങ്ങളെ കാത്തു സൂക്ഷിക്കുന്നതിനായിട്ട് നന്ദി പറയുന്നു കർത്താവെ. അനുഗ്രഹിക്കുന്ന, അപേക്ഷിക്കുന്നതിനെ കേട്ടോണ്ടിരിക്കുന്ന ഓരോ വ്യക്തികളുടെ കുടുംബത്തെ ഓർത്ത് പ്രാർത്ഥിക്കുക കർത്താവെ. കുഞ്ഞുങ്ങളോർത്ത് പ്രാർത്ഥിക്കുന്നു, വഴിതെറ്റി പോകാനുള്ള ഇടവരുത്തരുതെന്ന് അപേക്ഷിക്കുന്നു യേശുവിൻ നാമത്തിൽ. ആമേൻ. കേട്ടെന്നെ ദൈവത്തിനാമത്തിൽ മാത്രം ഉണ്ടാകട്ടെ.